ധർമ്മസ്ഥലയിൽ വലിയ രീതിയിലുള്ള ട്വിസ്റ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ധർമ്മസ്ഥലയെ സംബന്ധിച്ച് വളരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടത്. അതുമായി ബന്ധപ്പെട്ടാണ് SIT രൂപീകരിച്ച് അവിടെ വലിയ രീതിയിലുള്ള തെരച്ചിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. എന്നാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പുതിയ വെളിപ്പെടുത്തൽ അനുസരിച്ച് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്ന ശുചീകരണ തൊഴിലാളി അറസ്റ്റിലായിരിക്കുകയാണ്. അയാൾ പറഞ്ഞതൊക്കെ കളവാണ് എന്നതാണ് SIT ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെയുള്ള തെറ്റിദ്ധരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വലിയ നീക്കങ്ങൾ ഇയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ സാഹചര്യത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ചിന്നയ്യ എന്ന ഇയാളുടെ പേരും വിവരങ്ങളും അന്വേഷണ സംഘം പുറത്തുവിട്ട് കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, നേരത്തെ ഇയാളെ വലിയ രീതിയിൽ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഇയാളുടെ ഐഡന്റിറ്റി പുറത്തുവിടാതെയാണ് ഈ തെളിവെടുപ്പിനുൾപ്പെടെ അന്വേഷണ സംഘം ഇയാളെ എത്തിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അയാളുടെ പേര് ഉൾപ്പെടെ അന്വേഷണ സംഘം വെളിപ്പെടുത്തുകയാണ്. CN ചിന്നയ്യ എന്ന വ്യക്തിയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഇയാൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന എവിഡൻസ് പ്രൊട്ടക്ഷൻ സംരക്ഷണം SIT പിൻവലിച്ചിരിക്കുന്നു. വ്യാജ പരാതി നൽകൽ, അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മണിക്കൂറുകളോളം, കഴിഞ്ഞ 2 ദിവസമായി അയാൾ കസ്റ്റഡിയിലാണ്. ഇയാളെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇക്കാര്യം കർണാടക ആഭ്യന്തരമന്ത്രി G. പരമേശ്വര സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. മറ്റൊരു വൻ ട്വിസ്റ്റ് കൂടി ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നു. മകളെ ധർമ്മസ്ഥലയിൽ കാണാതായെന്ന് പോലീസിൽ പരാതി നൽകിയ സുജാത ഭട്ട് പുതിയ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു. മകളെ കാണാനില്ലെന്ന് പറഞ്ഞത് ഭീഷണിക്ക് വഴങ്ങിയാണ് എന്നതാണ് സുജാത ഭട്ടിന്റെ പുതിയ വെളിപ്പെടുത്തൽ. തനിക്ക് അനന്യ ഭട്ട് എന്നൊരു മകളില്ലെന്നും ഭീഷണിക്ക് വഴങ്ങിയാണ് ധർമ്മസ്ഥലയിൽ മകളെ കാണാനില്ല എന്ന് പരാതി നൽകിയതെന്നും അവർ പറയുന്നു. സുജാത ഭട്ടിനോട് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് അന്വേഷണ സംഘം പറഞ്ഞിരുന്നത്. പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ ആണ് എന്നത് ചൂണ്ടിക്കാട്ടി അവർ ഇന്ന് ഹാജരായിട്ടില്ല. സുഖമില്ലാത്തതിനാൽ മറ്റൊരു ദിവസം വരാം എന്നതാണ് സുജാത ഭട്ട് അറിയിച്ചിരിക്കുന്നത്. അവരൊരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലൊക്കെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് ധർമ്മസ്ഥലയിൽ നടക്കുന്നത് എന്ന കാര്യത്തിൽ വലിയ അവ്യക്തതകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഏതാണ്ട് 100ഓളം പേർ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഈ ചിന്നയ്യ എന്ന് പറഞ്ഞ ആൾ പുറത്തുവിട്ടത്. ഇയാൾ പലയിടത്തും ഈ രീതിയിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് അവകാശപ്പെട്ടു. ആ സ്ഥലങ്ങൾ തുറന്ന് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ വലിയ വിവാദങ്ങൾ ഉടലെടുക്കുമ്പോൾ SIT രൂപീകരിക്കുകയും SITയുടെ നേതൃത്വത്തിൽ ആ പ്രദേശങ്ങളിൽ തെരച്ചിൽ നടത്തുകയും ഒക്കെ ചെയ്തു. സ്ത്രീകളും കുട്ടികളുമായി 100ലധികം പേരുടെ മൃതദേഹങ്ങൾ അവിടെ ഉണ്ട് എന്നത് വലിയ വാർത്താ പ്രാധാന്യം നേടി. USAID സംഘം ഉൾപ്പെടെ അവിടെ ദിവസങ്ങളോളം തമ്പടിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ക്ഷേത്രം ട്രസ്റ്റുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ആളുകൾ, അവരിൽ നിന്നൊക്കെ വലിയ എതിർപ്പുകൾ ഉയരുന്നു. അവരുടെ ഭീഷണിയുണ്ട്. ഇതിനെയൊക്കെ മറികടന്ന് അവിടെ തെരച്ചിൽ പുരോഗമിച്ചു വരികയാണ്. ചില അസ്ഥിഭാഗങ്ങളൊക്കെ കണ്ടെത്തുകയും അതൊക്കെ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു. പിന്നീട് വളരെ രഹസ്യമായ രീതിയിലൊക്കെയുള്ള പരിശോധനകൾ നമ്മൾ കണ്ടതാണ്. ഡി ഗ്യാങ്ങിന്റെ വലിയ ഭീഷണി അവിടെ ഉയർന്നത് കണ്ടതാണ്. അങ്ങനെ ഏറെ ദുരൂഹതകളും സംഘർഷഭരിതവും ഒക്കെ ആയിരുന്നു കടന്നുപോയ ദിവസങ്ങൾ അവിടെ. പക്ഷേ ഇയാൾ ചൂണ്ടിക്കാട്ടിയ പലയിടങ്ങളിൽ നിന്നും ഒന്നും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ മറ്റ് ചിലയിടങ്ങൾ കേന്ദ്രീകരിച്ച് മൃതദേഹാവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ വിശദമായ പരിശോധനയും DNA പരിശോധന ഉൾപ്പെടെ നടത്താനൊക്കെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ വലിയ ട്വിസ്റ്റ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. ഇത് കേസ് അട്ടിമറിക്കപ്പെടുന്നതിന്റെ സൂചനയാണോ, അതോ ഈ CN ചിന്നയ്യ എന്ന് പറയുന്ന വ്യക്തി ഏതെങ്കിലും തരത്തിൽ മനോവൈകൃതങ്ങളുള്ള ആളാണോ, മാനസിക പ്രശ്നങ്ങൾ ഉള്ള ആളാണോ, എന്താണ് ഈ ഇങ്ങനെയുള്ള തുറന്നു പറച്ചിൽ അതിന് പിന്നാലെ സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ചൊന്നും വലിയ വ്യക്തതയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും വൻ അട്ടിമറി ഈ പുതിയ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നതാണ് ജസ്റ്റിസ് ഫോർ സൗജന്യ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ ആരോപിക്കുന്നത്. ഈ സൗജന്യയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിട്ടുള്ള ഈ ട്വിസ്റ്റ്, അവരുടെ അമ്മ തന്നെ വന്ന് അങ്ങനെ ഒരു മകളില്ല എന്ന് പറയുന്ന സാഹചര്യമൊക്കെ വൻ അട്ടിമറിയുടെ ഭാഗം എന്നതാണ് ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റി
ചൂണ്ടിക്കാട്ടുന്നത്. സുജാത ഭട്ട് നേരിട്ട് തന്നെയാണ് ഭീഷണിക്ക് വഴങ്ങിയാണ് താൻ ഇങ്ങനെ പറഞ്ഞതെന്ന് പറയുന്നത്. അപ്പോൾ ആരാണ് ഇത്ര വലിയ ഭീഷണി മുഴക്കിയത്? ഇങ്ങനെ ഒരു തുറന്നു പറച്ചിൽ നടത്താൻ, ഇല്ലാത്ത മകൾ കൊല്ലപ്പെട്ടു എന്ന തരത്തിലൊക്കെയുള്ള ഒരു തുറന്നു പറച്ചിൽ നടത്താൻ ആരാണ് ഭീഷണിപ്പെടുത്തിയത്? എന്തിനാണ് ആ ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ട് അങ്ങനെ ഒരു തുറന്നു പറച്ചിൽ നടത്തുന്നത്? അങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ട്. എന്തായാലും അവർ ഇപ്പോൾ പറയുന്നു അതൊക്കെ വെറുതെ ആയിരുന്നു എന്നത്. ഈ ആക്ഷൻ കമ്മിറ്റി ഇപ്പോൾ പറയുന്നത് ഇതിന് പിന്നിൽ വലിയ അട്ടിമറി നടന്നിട്ടുണ്ടെന്നാണ്. ഈ ആക്ഷൻ കമ്മിറ്റി നേതാവ് മഹേഷ് ഷെട്ടി തിമിരോട്ടി മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിൽ ആണ് ഇപ്പോഴുള്ളത്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു വലിയ ട്വിസ്റ്റ് ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. എന്തായാലും വൻ ദുരൂഹതകളായിരുന്നു ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് അവിടെ ഉയർന്നു കേട്ടത്. അത് ഏതാണ്ട് നൂറുകണക്കിന് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരെ അവിടെ കൊന്നു കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള രാജ്യത്തെ തന്നെ നടുക്കുന്ന വെളിപ്പെടുത്തലുകളായിരുന്നു. അങ്ങനെ ഒരു ദുരൂഹത നിറഞ്ഞ സ്ഥലമായിരുന്നു അവിടം. ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് SIT വന്നതിന് ശേഷം വലിയ പ്രശ്നങ്ങൾ ഉണ്ടായില്ല. SITയിൽ വലിയ പ്രതീക്ഷയായിരുന്നു. പക്ഷേ അത് ഇങ്ങനെ ആയി മാറുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? ഏതെങ്കിലും തരത്തിൽ കേസ് തേച്ചു മായ്ച്ചു കളയാനുള്ള ശ്രമമാണോ? അല്ല, ഈ ചിന്നയ്യ എന്ന് പറയുന്ന വ്യക്തി, അയാളുടെ മുൻ ഭാര്യയൊക്കെ തന്നെ അയാൾക്കെതിരെ രംഗത്ത് വരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അയാൾ വലിയ ധാർഷ്ട്യക്കാരനാണ്, പ്രശ്നക്കാരനാണ് എന്നൊക്കെ ഭാര്യ ഉൾപ്പെടെയുള്ളവർ പറയുന്നു. അപ്പോൾ ആ വ്യക്തി മനോരാജ്യം കണ്ട കാര്യങ്ങളാണോ രാജ്യത്തെ ഈ രീതിയിൽ പിടിച്ചുകുലുക്കിയത് എന്നൊക്കെ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും അയാളെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. അതിനുശേഷം SIT തന്നെ ഈ കാര്യങ്ങളിൽ കൂടുതൽ വിശദീകരണം നൽകും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വളരെ രാഷ്ട്രീയമായി കൂടിയുള്ള പ്രത്യാരോപണങ്ങൾക്കൊക്കെ വഴിവെച്ച സംഭവമാണ് ഇത്. എന്തായാലും കൂടുതൽ വ്യക്തതയ്ക്കായി നമുക്ക് കാത്തിരിക്കാം.